സ്ത്രീകളുടെ സ്പേസിനെ പറ്റി സംസാരിക്കുന്നുണ്ട്, അവരുടെ ഓപ്പൺ ഫ്രണ്ട്ഷിപ്പിനെ പറ്റി സംസാരിക്കുന്നുണ്ട്. കാരണം അതുപോലെ ഇൻവിസിബിൾ ആയിട്ടുള്ള ഒരുപാട് സ്ത്രീകൾ 4 ചുവരുകൾക്കുള്ളിലുണ്ട്. സിനിമ കണ്ട എല്ലാവരും പറയുന്നത് ഫാമിലി ഒരുമിച്ചിരുന്ന് കാണേണ്ട ഒരു സിനിമയായിട്ടാണ് എല്ലാവരും പറയുന്നത്. എല്ലായ്പ്പോഴും നമ്മൾ ഇനി എന്തൊക്കെ പുരോഗമനം ഉണ്ടെന്ന് പറഞ്ഞാൽ ആ ഡിഫറൻസ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. നടന്ന സംഭവത്തിൻ്റെ സംവിധായകൻ വിഷ്ണു നാരായണനാണ് ഇന്ന് ന്യൂസ് മലയാളത്തിനൊപ്പമുള്ളത്. നമസ്കാരം. നമസ്കാരം. അപ്പോൾ നമുക്ക് ആദ്യം എങ്ങനെയാണ് ഈ സിനിമ തുടങ്ങുന്നത് എന്ന് പറഞ്ഞിട്ട് തുടങ്ങാം. ഒരു ജേണി എങ്ങനെയായിരുന്നു എന്നുള്ളത്. ഈ സിനിമ ഞാൻ മർഡോണ ആയിരുന്നു ഫസ്റ്റ് പാടും. അപ്പോൾ അതിനുശേഷം പല സബ്ജക്റ്റുകൾ ആലോചിക്കുകയും പല സ്റ്റേജിലായിട്ട് അതിൻ്റെ ഒരു പക്ഷേ ബീച്ചേട്ടനായിട്ട് തന്നെ ഒരു സിനിമ സംസാരിച്ചിരുന്നു. ഓക്കെ. അത് പക്ഷേ താരതമ്യേന കുറച്ച് വലിയൊരു മൾട്ടി സ്റ്റാർ പടമായിരുന്നു. അപ്പോൾ അത് മാത്രമല്ല അതിൻ്റെ ഒരു ബഡ്ജറ്റും കുറച്ച്, പക്ഷെ അപ്പോഴാണ് ഈ കോവിഡും കാര്യങ്ങളൊക്കെ വന്നു. മൊത്തത്തിൽ നമുക്ക് പ്രാക്ടിക്കലി അതിൻ്റെ ഒരു സാഹചര്യം ഒന്ന് മാറ്റി പിടിക്കേണ്ടി വന്നു. അപ്പോൾ ബീച്ചേട്ടനും പറഞ്ഞു, മാത്രമല്ല ഈ കോവിഡ് കഴിഞ്ഞോടുകൂടിയേ മൊത്തത്തിൽ നമ്മുടെ സിനിമ ആസ്വാദനം ഒന്ന് മാറിയിട്ടുണ്ടല്ലോ. കാരണം ഇത്രയും ഇൻ്റർനാഷണൽ സിനിമകളും വെബ് സീരീസും എല്ലാ പ്രേക്ഷകരും കണ്ടു തുടങ്ങി. അപ്പോൾ പറഞ്ഞു വേറെ എന്തെങ്കിലും നമുക്ക് ചെറിയൊരു പരിപാടി നോക്കാം എന്നുള്ളൊരു ആലോചന ഉണ്ടായിരുന്നു. അപ്പോഴാണ് ഈ ഒരു സബ്ജക്റ്റ് എന്നിലേക്ക് എത്തുന്നത്. നമ്മുടെ ജിജു ആൻ്റണി വഴിയാണ് അടിത്തട്ടൊക്കെ ഡയറക്റ്റ് ചെയ്തത്. സബ്ജക്റ്റ് വരികയും ഈ ക്യാരക്ടർ ബീച്ചേട്ടൻ ചെയ്താൽ, കാരണം ഇത് ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഭയങ്കര ലവബിൾ ആയിട്ടുള്ള ക്യാരക്ടറാണ്. അപ്പോൾ ബീച്ചേട്ടനെ പോലെ ഒരാളാണെങ്കിൽ അത് പെട്ടെന്ന് കണക്റ്റ് ആവുമല്ലോ. അങ്ങനെ അദ്ദേഹത്തോട് പറയും ഇമ്മീഡിയറ്റ് നമുക്ക് ചെയ്യാം എന്നുള്ളൊരു ധാരണയിൽ ആണ് സംഭവിച്ചത്. പിന്നെ അനൂപ് കണ്ണൻ, ഇതിൻ്റെ പ്രൊഡ്യൂസർ അനൂപേട്ടൻ, അദ്ദേഹവും സബ്ജക്റ്റ് കേൾക്കുകയും നമുക്ക് മുന്നോട്ട് പോകാമെന്നുള്ളൊരു ക്ലാരിറ്റിയിലെത്തി. അങ്ങനെ പെട്ടെന്ന് തന്നെ സംഭവിച്ചു. അത് സുരാജേട്ടൻ വരുന്നത് എങ്ങനെയാണ്? അതിനുശേഷം ഈ അജിത്തേട്ടൻ എന്നുള്ള ക്യാരക്ടർ ആര് ചെയ്യണം എന്നുള്ള ആലോചനകൾ വന്നപ്പോഴാണ് നമുക്ക് ഒന്നാമത് ബിചേട്ടൻ സുരാജേട്ടൻ ഇങ്ങനെ ഫേസ് ടു ഫേസ് കോമ്പിനേഷൻ വന്നിട്ടില്ല. അപ്പോൾ അവർ മറ്റു പല പടങ്ങളിൽ ചെയ്തിട്ടുണ്ടെങ്കിലും ഒരു ഹ്യൂമർ ക്യാരക്ടറൊക്കെയാണ് സുരാജേട്ടൻ ചെയ്യുന്നത്. മാത്രമല്ല നമുക്കവിടെ ഓപ്പോസിറ്റ് ഈക്വലായിട്ട് തോന്നുന്ന ഒരാൾ വേണം എന്ന് തോന്നി. കാരണം ഇപ്പോൾ വേറൊരു കാസ്റ്റിംഗ് ആണെങ്കിൽ ഉറപ്പായിട്ടും വിജയം ഇപ്പുറത്താണെന്ന് നമുക്ക് ആദ്യമേ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് പിന്നെ ചില ഏരിയകളിലൊക്കെ ഭയങ്കര ഇപ്പോൾ പടം കണ്ടതാണല്ലോ, ഭയങ്കര സട്ടിലായിട്ട് ചെയ്തു പോകേണ്ട കുറച്ച് ഏരിയകളുണ്ട്. എന്നാൽ അദ്ദേഹത്തിന്റെ ആ ക്യാരക്ടറിന്റെ സാഹചര്യങ്ങൾ ഭയങ്കര സീരിയസ് ആണ്. എന്നാൽ നമുക്കത് ഹ്യൂമർ ജനറേറ്റ് ചെയ്യാൻ വേണം. അപ്പം ഉറപ്പായിട്ടും സുരാജേട്ടനെ പോലെ ഒരാൾ അവിടെ വന്നതാണ്. ഈ ഒരു കോമ്പിനേഷൻ ഭയങ്കരമായിട്ട് വർക്കായിട്ടുണ്ട്. അങ്ങനെയാണ് സുരാജേട്ടനിലേക്ക് എത്തുന്നത്. ഇങ്ങനെ ഒരു സബ്ജക്റ്റ് സംസാരിക്കണം എന്ന് തോന്നാനുള്ളൊരു കാരണം എന്താണ്? അല്ല, നമ്മൾ പല സബ്ജക്റ്റുകൾ ആലോചിക്കുകയും എഴുതുകയും മുന്നോട്ട് പോവുകയും പല സ്റ്റേജിലായിട്ട് പല പ്രോജക്റ്റ് നിൽക്കുന്ന സമയത്താണ് ഈ സബ്ജക്റ്റ് വരികയും അപ്പോൾ ഈ ബീച്ചേട്ടൻ്റെ അടുത്തേക്ക് എത്തുന്നത്. പിന്നെ ഈ സബ്ജക്റ്റ് കേട്ടപ്പോൾ നമ്മൾ ഉറപ്പായിട്ടും പറയേണ്ട ഒരു റിലവൻ്റ് ആയിട്ടുള്ള ഒരു വിഷയം നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നുണ്ടല്ലോ. പക്ഷെ ഇത് അതിഗൗരവമായിട്ട് ഞാൻ ദേ ഒരു വിഷയം പ്രസന്റ് ചെയ്യുന്നു എന്നുള്ളൊരു രീതിയിലല്ല. ഭയങ്കര രസകരമായിട്ട് ഒരു 2 മണിക്കൂർ നമുക്ക് ചുറ്റും കാണുന്ന കുറേ ക്യാരക്ടേഴ്സ്, ഇൻസിഡൻറ്റുകൾ. ഇപ്പോൾ പലരും എൻ്റെ അടുത്ത് ചോദിച്ചു ഇത് ശരിക്കും നടന്ന സംഭവമാണെന്ന്. ശരിക്കും നടന്ന സംഭവമാണ്, പക്ഷെ അതൊരു പർട്ടിക്കുലർ ഇഷ്യൂ എടുത്തിട്ട് നമ്മളത് കോപ്പി പേസ്റ്റ് ചെയ്തതല്ല. പക്ഷെ നമുക്ക് ഇതിലെ ഇപ്പൊ സുധിയുടെ ക്യാരക്ടർ ആണെങ്കിലും അജിത്തേട്ടൻ, എല്ലായിടത്തും ഒരു അജിത്തേട്ടൻ ഉണ്ടാവും, ഒരു ഉണ്ണിയേട്ടൻ ഉണ്ടാവും, സുധിയുടെ ക്യാരക്ടർ ഉണ്ടാവും. ഇപ്പൊ ലിജോ മോൾ ആണെങ്കിലും എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറെ ക്യാരക്ടേഴ്സും ഇതിൽ പല ഇൻസിഡന്റും പലപ്പോഴായിട്ട് പല ഭാഗത്തും നടന്നിട്ടുള്ളതാണ്, ഇനിയും നടക്കാൻ സാധ്യത ഉള്ളതുമാണ്. അപ്പൊ അതുകൊണ്ട് നമ്മളൊരു വിഷയം അഡ്രസ്സ് ചെയ്യുന്നതോടൊപ്പം തന്നെ ഒരു എന്റർടൈൻമെന്റ് ആയിട്ട് തന്നെയാണ് നമ്മളതിനെ സമീപിച്ചിട്ടുള്ളത്. ഇപ്പോൾ സിനിമ കണ്ട എല്ലാവരും പറയുന്നതും അത് തന്നെയാണ്. നമ്മൾ ഒരിക്കലും അലോസരപ്പെടുത്തിയിട്ടില്ല, ഇറിറ്റേറ്റ് ചെയ്തിട്ടില്ല. ആ വിഷയം പ്രസന്റ് ചെയ്യുമ്പോൾ ഭയങ്കര ഓർഗാനിക് ആയിട്ട് നമ്മളത് പറഞ്ഞു പോവുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് എനിക്ക് തോന്നി ഇത് പ്രേക്ഷകർക്ക്, എസ്പെഷ്യലി ഫാമിലിക്ക് കണക്റ്റ് ആവും. കാരണം നമ്മളും ബേസിക്കലി ഒരു പ്രേക്ഷകനാണല്ലോ. ഒരേ സമയം എന്റർടൈൻ ചെയ്യാനുള്ളൊരു പോസിബിലിറ്റി അവിടെ ഉണ്ട്. എന്നാൽ നമുക്ക് പറയേണ്ട ഒരു വിഷയം കൃത്യമായിട്ട് പറയാൻ പറ്റുന്ന ഒരു ഐഡിയ അതിനകത്തുണ്ടായിരുന്നു. അതാണ് നമുക്ക് അട്രാക്റ്റീവ് ആയിട്ട് തോന്നിയത്. ഇതിൽ സുരാജിന്റെ ക്യാരക്ടർ നോക്കുമ്പോൾ ഭയങ്കര ബലം പിടിച്ചിട്ട് ചിരിക്കുക പോലും, ഉള്ളുകൊണ്ടൊന്ന് ചിരിക്കാൻ പോലും തീരെ താല്പര്യമില്ലാത്ത ഒരാളായിട്ടാണ് പോർട്രേ ചെയ്തിട്ടുള്ളത്. അങ്ങനൊരു ഭയങ്കര എന്നാൽ ഓപ്പോസിറ്റ് ബിജു മേനോൻ ആണെന്നുണ്ടെങ്കിൽ ഭയങ്കര ലൂസായിട്ട് ഭയങ്കര ലവബിൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് അജിത്ത്. പിന്നെ അതുപോലെ തന്നെ എനിക്ക് അജിത്തേട്ടൻ, ഉണ്ണിയേട്ടൻ എന്നുള്ള ക്യാരക്ടർ നെയിം വന്നപ്പോൾ തന്നെ അങ്ങനെയാണല്ലോ കൊടുത്തിട്ടുള്ളത്. അപ്പം ആ ഒരു ഫോർമേഷനും പരിപാടിയൊക്കെ എങ്ങനെയായിരുന്നു അതിൻ്റെ?
ഈ പറഞ്ഞതിൻ്റെയാണ് ഇപ്പോൾ ബീച്ചേട്ടനിൽ നമ്മൾ കണ്ടൊരു ക്വാളിറ്റി എന്ന് വെച്ചാൽ ഈ ഉണ്ണിയേട്ടനോട് ഭയങ്കര അടുത്ത് നിൽക്കുന്നൊരു ആസ് എ പേഴ്സൺ, കാരണം എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ ക്യാരക്ടർ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ അധികം പണിയെടുക്കേണ്ടി വന്നിട്ടില്ല. പിന്നെ സുരാജേട്ടനാണെങ്കിലും ഒരുപാട് ഇത് ഒരു നെഗറ്റീവ് ഷെയ്ഡാണ്. ഓക്കെ, പിന്നെ ഇവർ രണ്ട് ഇപ്പോൾ എസ്പെഷ്യലി അതുപോലെ ലിജോ മോളും ഈ സ്ക്രിപ്റ്റ് വായിച്ച എല്ലാ ആർട്ടിസ്റ്റും ഉറപ്പായിട്ടും പറഞ്ഞൊരു കാര്യം, ഇത് ഉറപ്പായിട്ടും ചെയ്യേണ്ട ഒരു സിനിമയാണ്. കാരണം അവരുടെ ഒരു ബോൾഡായ ഒരു ഡിസിഷനോട് ഉണ്ട് ഇതിനകത്ത്. കാരണം നമ്മൾ ഈ പറയുന്ന അഡ്രസ്സ് ചെയ്യുന്ന ഒരു വിഷയം അത് ഈ സമയത്ത് പറയണമെന്നും, അപ്പം അവരുടെ ഒരു സപ്പോർട്ടും നമുക്കുണ്ട്. പിന്നെ അതുപോലെ അനൂപേട്ടൻ്റെ സപ്പോർട്ടും. കാരണം എന്താ വെച്ചാൽ ഇത് എല്ലാവരും ടീം വർക്കാണല്ലോ. ഇതെല്ലാവരുടെ ഒരു ബോൾഡ് ഡിസിഷനാണ് ഇന്ന് ഈ രൂപത്തിലേക്ക് ഈ സിനിമ എത്തിയത്. പിന്നെ ഇവരുടെ കോമ്പിനേഷൻ ആണെങ്കിലും ഇവർ ബേസിക്കലി നല്ല ഫ്രണ്ട്സാണ്. അപ്പോൾ ആ ഒരു സൗഹൃദം നമുക്ക് സ്ക്രീനിൽ വന്നിട്ടുണ്ട്. പിന്നെ അജിത്തേട്ടൻ, ഉണ്ണിയേട്ടൻ എന്ന് പറയുന്ന നമുക്ക് എല്ലാവർക്കും ചുറ്റും കാണാൻ സാധിക്കുന്ന രസമുള്ള കുറേ ക്യാരക്ടേഴ്സാണ്. ഇപ്പോൾ സിനിമ കണ്ടാൽ അറിയാം, ഇപ്പോൾ ആ ഒരു ഏരിയയിൽ പുള്ളി ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്ന സ്പേസിലേക്കാണ് ഉണ്ണിയേട്ടൻ വരുന്നത്. അവിടെ നിന്നാണ് കല്ലുകടി തുടങ്ങുന്നത്. പിന്നെ അത് ലിങ്കൻ എന്ന് പറഞ്ഞ സുധിയുടെ ക്യാരക്ടർ അത്യാവശ്യം അത് നന്നായിട്ട് മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ട്. സ്ത്രീകളുടെ പ്രൈവസിനെ പറ്റിയിട്ട് സിനിമയിൽ സംസാരിക്കുന്നുണ്ട്. അത് പലപ്പോഴും കൺസിഡർ ചെയ്യപ്പെടാത്തൊരു കാര്യമാണ്. പ്രൈവസി എന്ന് പറയുമ്പോൾ അത് പ്രത്യേകിച്ച് സ്ത്രീകളുടെ കാര്യം വരുമ്പോൾ അത് വേണ്ട, അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവമാണല്ലോ. അതിനെക്കുറിച്ച് സംസാരിക്കാനുള്ളൊരു റീസൺ എന്തായിരുന്നു? അല്ല, ഉറപ്പായിട്ട് ഈ സബ്ജക്റ്റ് ഡിമാൻഡ് ചെയ്യുന്ന ഒരു വിഷയം തന്നെ അതാണ്. കാരണം നമ്മൾ സ്ത്രീകളുടെ സ്പേസിനെ പറ്റി സംസാരിക്കുന്നുണ്ട്, അവരുടെ ഓപ്പൺ ഫ്രണ്ട്ഷിപ്പിനെ പറ്റി സംസാരിക്കുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് ലിജോ മോളുടെ ക്യാരക്ടർ തന്നെ പറയുന്നുണ്ട് ഞാൻ ഇൻവിസിബിൾ ആണെന്ന്. കാരണം അതുപോലെ ഇൻവിസിബിൾ ആയിട്ടുള്ള ഒരുപാട് സ്ത്രീകൾ 4 ചുവരുകൾക്കുള്ളിലുണ്ട്. എസ്പെഷ്യലി അജിത്തേട്ടനെ പോലൊരു ഹസ്ബൻഡ് ആണെങ്കിൽ. ഇപ്പം അജിത്തേട്ടനെ പോലൊരു ക്യാരക്ടറിന് ഞാൻ ജനറലൈസ് മൊത്തത്തിൽ പറഞ്ഞതല്ല കേട്ടോ, നമ്മുടെ സിനിമയുമായി ബന്ധപ്പെട്ട് പറഞ്ഞതാണ്. പ്ലസ് മൈനസും എല്ലായിടത്തും ഉണ്ട്. അജിത്തേട്ടനെ പോലൊരു ആൾക്കൊരു ടെൻഷൻ വരുന്നു, പ്രഷർ വരുന്നു. പുള്ളി എന്താ ചെയ്യുക? പുള്ളി 2 ഫ്രണ്ട്സിനെ വിളിക്കും, 2 പെഗ് കഴിക്കും, ഹാപ്പി ആയിട്ട് രാവിലെ ചില്ല് ചെയ്ത് അവരവരുടെ ജോലിക്ക് പോകും. പക്ഷേ ധന്യയെ പോലൊരു ആൾക്കാർ എന്ത് ചെയ്യും? അവർക്ക് ആഗ്രഹം വലിയൊരു വീടോ വലിയൊരു കാറോ ഒരുപാട് സ്വത്തോ ഒന്നുമല്ല. നമ്മളെ കേൾക്കാൻ ഒരാളുണ്ടാവുക, നമ്മളായിട്ട് എല്ലാം ഷെയർ ചെയ്യുക, നമ്മളെ ഒന്ന് കെയർ ചെയ്യുക. അങ്ങനെ ആഗ്രഹിക്കുന്ന ഈ 4 ചുവരിൽക്കുള്ളിൽ ഇൻവിസിബിളായി പോകുന്ന ഒരുപാട് സ്ത്രീ ആൾക്കാരുണ്ട്. അപ്പം അവരുടെ ഒരു സിനിമയും കൂടിയാണിത്. കാരണം ഇപ്പം സിനിമ കണ്ട എല്ലാവരും പറയുന്നത് ഇത് ഫാമിലി ഒരുമിച്ചിരുന്ന് കാണേണ്ട ഒരു സിനിമയായിട്ടാണ് എല്ലാവരും പറയുന്നത്. അപ്പം ആ രീതിയിൽ നമുക്കിപ്പം കിട്ടുന്ന റെസ്പോൺസ് ആണെങ്കിലും അങ്ങനെ തന്നെയാണ്. കാരണം ഉറപ്പായിട്ടും ഇത് സ്ത്രീകളുടെ സിനിമ എന്ന് നമുക്കങ്ങനെ ഒരു പാർശ്വവൽക്കരിക്കാൻ പറ്റില്ല. ഇതൊരു ഇപ്പം നമ്മൾ സിനിമയിൽ എന്താ 2 ഫാമിലിയാണ് കാണിക്കുന്നത്. ഇപ്പം അജിത്തേട്ടനും ധന്യയും അവരത്ര കണക്റ്റഡ് അല്ല. നമ്മുടെ തുടക്കത്തിൽ തന്നെ വളരെ ആ സെൽഫി എടുക്കുന്ന മൊമെന്റിൽ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. പിന്നെ നമ്മൾ സിനിമ ഓപ്പൺ ചെയ്യുന്ന ഒരു മിറർ ഷോട്ടിലാണ്. ഇപ്പം ആദ്യം സുരാജേട്ടൻ വന്ന് സ്വയം ഞാൻ ഇതാണെന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യാണ്. അതേസമയം ലിജോയുടെ ഒരു മിറർ ഷോട്ട് ഉണ്ട്, ആ കമ്മലഴിച്ചു വയ്ക്കുന്നു, പക്ഷേ പബ്ലിക്കായിട്ട് ചിരിക്കേണ്ടി വരികയാണ്, ചിരി ട്രൈ ചെയ്യുകയാണ്. അറ്റ് ദ സെയിം ടൈം നമ്മൾ ഉണ്ണിയേട്ടൻ്റെ ഫാമിലിയെ കാണിക്കുന്നതും ഒരു മിറർ ഷോട്ടാണ്. അത് പക്ഷേ ഭയങ്കര ലവബിൾ ആയിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ഇത് ഈ 2 ഫാമിലിയെ നമ്മൾ ആദ്യം എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടാണ് നമ്മൾ വിഷയത്തിലേക്ക് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഉറപ്പായിട്ടും ഫാമിലിക്ക് ഭയങ്കര കണക്റ്റ് ആവുന്നതെന്നാണ് മനസ്സിലാവുന്നത്. ഡൊമസ്റ്റിക് വയലൻസിൻ്റെ കാര്യം സിനിമയിൽ പറയുന്നുണ്ട്. ഭയങ്കര സട്ടിലായിട്ടാണ് പറഞ്ഞു പോകുന്നത്. പക്ഷേ അതെങ്ങനെയാണ് ഒരു സ്ത്രീനെ പിന്നെ മാറ്റുന്നത്, അവരിൽ വരുന്ന മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, അതേപോലെ തന്നെ മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും സംസാരിക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി എന്നാൽ വളരെ സട്ടിലായിട്ട് എന്താ പറയുക ആളുകളിലേക്ക് ഭയങ്കരമായിട്ട് ഇങ്ങനെ ഇൻജെക്റ്റ് ചെയ്യാതെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പ്രോസസ്സ് എങ്ങനെയായിരുന്നു? ഇത് തുടക്കത്തിൽ നമ്മളിപ്പം ഈ ഒരു കഥ രൂപപ്പെട്ട് അതിൻ്റെ ഒരു എഴുത്തിൻ്റെ പ്രോസസ്സിലും കാര്യങ്ങളിലും അപ്പം തന്നെ ഞാൻ പേഴ്സണലി ഒരു കോൾ എടുത്തിരുന്നു. ഇപ്പോൾ ഈ ഡൊമസ്റ്റിക് വയലൻസിൻ്റെ കേസാണെങ്കിലും നമ്മൾ വിഷ്വലി അത് കാണിക്കേണ്ട എന്നുള്ളത്. കാരണം അത് ഈ സബ്ജക്റ്റ് നമ്മൾ സംസാരിക്കുമ്പോൾ അതിന് എഗനിസ്റ്റ് ആണെന്ന് എനിക്ക് തോന്നി. ഇപ്പോഴാണെങ്കിലും സിനിമയിൽ നമ്മൾ കാണിച്ചിട്ടില്ല, നമ്മൾ വിഷ്വലി കാണിച്ചിട്ടില്ല. പക്ഷെ അത് വേറൊരു ഇപ്പോൾ സൗണ്ടിലൂടെയൊക്കെയാണ് നമ്മളത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഉറപ്പായിട്ടും ഈ ലിജോ മോളുടെ ക്യാരക്ടറും ആ പ്രിയയും ആയിട്ടുള്ളൊരു കോൺവെർസേഷനാണ് സിനിമയിൽ ശരിക്കും നടന്ന സംഭവത്തിലേക്ക് നമ്മളെ നയിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ലിജോ തന്നെ പറയുന്നുണ്ട്, ഇതൊന്നും നമ്മളോട് കുട്ടിക്കാലത്ത് അച്ഛനമ്മമാരോ മറ്റേ ടീച്ചേഴ്സോ കൂട്ടുകാരും പറയുന്നില്ല എന്നുള്ളത്. അങ്ങനെ മാത്രമല്ല, നമ്മൾ ഇതിൻ്റെ തുടക്കത്തിൽ കുറച്ചധികം നമ്മുടെ സൗഹൃദങ്ങൾ എസ്പെഷ്യലി സ്ത്രീകളുമായിട്ടൊക്കെ ഈ ടോപ്പിക്ക് സംസാരിക്കുകയൊക്കെ ചെയ്തിരുന്നു, ഒരു റിസർച്ചിൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ നമ്മളെ ഞെട്ടിച്ചൊരു കാര്യം എന്ന് വെച്ചാൽ
നമ്മൾ ഈ പറയുന്ന വിഷയം പലർക്കും അറിയില്ല. ചിലർക്ക് അറിയാം, പക്ഷെ ക്ലാരിറ്റി ഇല്ല. ബാക്കി ചിലർക്ക് കൃത്യമായിട്ട് ഞാൻ പറയുന്നത് ഈ നമ്മളിപ്പോൾ ഈ നൂറ്റാണ്ടിൽ ഈ സമയത്ത് ജീവിക്കുന്നു എന്ന് പറയുമ്പോഴും ഇതിനെപ്പറ്റി അത്ര ക്ലാരിറ്റി ഇല്ലാത്ത ഒരുപാട് സ്ത്രീകളുണ്ട്. അപ്പോൾ അത് നമുക്ക് നമ്മൾ പറയേണ്ട ഒരു വിഷയം കൃത്യമാണെന്നും അത് പറയപ്പെടേണ്ടതാണെന്നും പിന്നെ ഇതൊരു ഓപ്പൺ ടോക്കായിട്ട് സംഭവിക്കട്ടെ എന്ന് നമ്മൾ വിചാരിച്ചിട്ടുണ്ട്. ഈ ഫീമെയിൽ പ്ലഷർ എന്ന് പറയുന്നത് ഭയങ്കര ഒരു ടാബുമായിട്ടാണല്ലോ സൊസൈറ്റിയിൽ കാണുന്നത്. അതിനെക്കുറിച്ചും ഇതിൽ സംസാരിക്കുന്നുണ്ട്. 2 സ്ത്രീകൾ പറയുന്ന ഒരു പ്രൈവറ്റ് കോൺവെർസേഷനാണ് പിന്നീട് അതൊരു ആ ഒരു നടന്ന സംഭവത്തിലേക്ക് മാറുന്നത്. അതങ്ങനെയാണ്. അപ്പോൾ അതിനെക്കുറിച്ചും എന്താ പറയുക, മൊത്തത്തിൽ സ്ത്രീകളുടെ ഒരു പ്രശ്നങ്ങൾ, അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെല്ലാം ഇതിൽ പറഞ്ഞു വന്നിട്ടുള്ള പോലെ എനിക്ക് ഫീൽ ചെയ്തിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? അല്ല, നമ്മൾ ഈ സബ്ജക്റ്റിലേക്ക് ലാൻഡ് ചെയ്യുമ്പോൾ തന്നെ നമുക്കറിയാമായിരുന്നു, കാരണം നമ്മൾ എന്തൊക്കെയാണ് സംസാരിക്കാൻ പോകുന്നത് എന്നുള്ളത്. ഈ പറഞ്ഞ സ്ത്രീകളുടെ സ്പേസിനെ പറ്റിയിട്ട് അത് വീട്ടിനുള്ളിലാകാം, പുറത്താകാം. ഈ ആഫ്റ്റർ മാരേജ് എത്ര സ്ത്രീകൾക്കാണ് നമുക്ക് കോളേജിൽ പഠിക്കുമ്പോഴോ കുട്ടിക്കാലത്തോ ഉണ്ടായിരുന്നതിൻ്റെ കൂട്ട് അത്ര ഡീപ്പായൊരു സൗഹൃദം അത് വളരെ ലിമിറ്റഡ് ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നാൽ ആണുങ്ങളെ സംബന്ധിച്ച് അങ്ങനല്ല, അവർക്കത് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. നമുക്ക് പലപ്പോഴും പെർമിഷൻ എടുക്കേണ്ടി വരുന്നുണ്ടെന്ന് തോന്നുന്നു സ്ത്രീകൾക്ക്. കാരണം ഇപ്പോൾ ഈ സിനിമയിൽ തന്നെ അജിത്തേട്ടനുമായിട്ട് ധന്യയ്ക്ക് അത്ര കണക്റ്റഡ് അല്ല, അങ്ങനെ ഒരു സ്പേസ് ഇല്ല. അപ്പോൾ സ്വഭാവമായിട്ട് ഇപ്പുറത്തെ ഒരാൾ വരുന്നു, അയാൾ ഭയങ്കര ലവബിളായിട്ട് ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കുന്നു. അത് ധന്യയോട് മാത്രമല്ല അവിടുത്തെ എല്ലാവരോടും. കാരണം അദ്ദേഹം ഒരു ഗ്ലോബൽ സിറ്റിസൺ ആണ്. ഓക്കെ, അദ്ദേഹം ഭയങ്കര ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് കാണുകയും അങ്ങനെ ജെൻഡർ വ്യത്യാസമൊന്നും ഇല്ലാതെ ഓപ്പണായിട്ട് ഇടപെടുന്ന ഒരാളാണ്. പക്ഷേ ആ സൗഹൃദത്തെ അജിത്ത് കാണുന്ന രീതിയിലാണ് പ്രശ്നം. അജിത്തിന്റെ കാഴ്ചയിലാണ് പ്രശ്നം. എന്നാൽ മറ്റു പലരും അങ്ങനല്ല, അതൊരു ഹാപ്പി റിലേഷൻഷിപ്പായിട്ടാണ് കാണുന്നത്. ആ കാഴ്ചകളുള്ള ആണുങ്ങൾക്കാണ് ശരിക്കും നമുക്ക് ഈ പറയുന്ന സിനിമ ചിലപ്പോൾ വേറെയൊക്കെ രീതിയിൽ സ്പേസ് കൊടുക്കുന്നത്. ഉറപ്പായിട്ടും അതുപോലെ ഈ ഡൊമസ്റ്റിക് വയലൻസിനെ പറ്റി പറയുന്നുണ്ട്. പിന്നെ നമ്മൾ ഞാൻ പറയില്ല, ഇതിനകത്ത് വളരെ കൃത്യമായിട്ട് 1-2 മദ്യപാന സദസ്സുകൾ കാണിക്കുന്നുണ്ട്. അതിൽ ആൺവർത്തമാനങ്ങളാണ് കൂടുതൽ. അതിൽ നമുക്ക് ചിരിയും കൈയടിയും കിട്ടുന്ന എന്തിനേയും നമ്മൾ ഈ പറയുന്ന മറയില്ലാതെ സംസാരിക്കും. ഇപ്പൊ സിനിമയുടെ തുടക്കത്തിൽ തന്നെ ഉപ്പും ചാക്ക് പറയുമ്പോൾ അത് കൊള്ളുന്നത് ധന്യയുടെ ക്യാരക്ടറിനാണ്. അപ്പൊ അങ്ങനെ നമ്മൾ എത്രയോ കണ്ടിട്ടുണ്ട്. നമ്മൾ സിനിമയുടെ ടൈറ്റിൽ പോലും അവിടെ പ്ലേസ് ചെയ്യാൻ കാര്യം ഇത് ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ എല്ലായിടത്തും സംഭവിക്കുന്നുണ്ട്. അതാണ് നടന്ന സംഭവം, നടക്കുന്ന സംഭവം തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് അത്രയും വിഷയങ്ങൾ അഡ്രസ്സ് ചെയ്യാൻ ഈ ഒരു രസചരട് പൊട്ടാതെ പറ്റും. ഈ സിനിമയിൽ ഒരു 2 മണിക്കൂർ കൊണ്ട് നമുക്ക് പറ്റുമെന്നൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ ഫീമെയിൽ പ്ലഷറിൻ്റെ കാര്യം തന്നെ പറയുകയാണെങ്കിൽ നമ്മൾ ചില വളരെ ചുരുക്കം സിനിമകളിലാണ് മലയാളത്തിൽ അത്തരം കാര്യങ്ങൾ സംസാരിച്ച് പോയിട്ടുള്ളത്. അപ്പോൾ റൈറ്ററായിട്ട് ഇങ്ങനെ ഒരു കാര്യം സംസാരിക്കണം എന്നുള്ള, അല്ലെങ്കിൽ ഇപ്പോൾ ഡൊമസ്റ്റിക് വയലൻസോ അല്ലെങ്കിൽ എന്താ പറയുക, അതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഫീമെയിൽ പ്ലഷർ അല്ലെങ്കിൽ നമ്മൾ മാസ്റ്റർബേഷൻ എന്നുള്ള സാധനമൊക്കെ ആ ടേമൊക്കെ വരുന്നത് വളരെ ചുരുക്കം ചില സിനിമകളിൽ മാത്രമാണ്. അപ്പോൾ അതിനെക്കുറിച്ച് എന്തായാലും സംസാരിക്കണം എന്ന് തോന്നാനുള്ളൊരു റീസൺ എന്തായിരുന്നു? അല്ല, നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കണം എന്ന് കരുതിയിട്ടല്ല. ഈയൊരു കഥ, ഈ ഒരു സ്റ്റോറി ലൈനിൽ ഇത് ഓൾറെഡി ഉണ്ട്. ഇപ്പോൾ റൈറ്ററിൻ്റെ അടുത്ത് ഈ കഥ നരേറ്റ് ചെയ്യുമ്പോൾ തന്നെ ഈ പോയിന്റുകളെല്ലാം അതിനകത്തുണ്ട്. ഓക്കെ, കാരണം അത് വെച്ചിട്ടാണ് നമ്മൾ ശരിക്കും നടന്ന സംഭവത്തിലേക്ക് ലാൻഡ് ആവുന്നത്. അപ്പോൾ അത് ആദ്യത്തെ പിന്നെ നമ്മുടെ നരേഷനിൽ തന്നെ നമുക്കത് കിട്ടുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഡീറ്റെയിൽസും ബാക്കി ക്യാരക്ടേഴ്സിൻ്റെ ഡീറ്റെയിൽസും ഒക്കെയാണ് നമ്മൾ വർക്ക് ചെയ്ത് മുന്നോട്ട് പോയിട്ടുള്ളത്. അതാണല്ലോ അതിൻ്റെ ഒരു മെയിൻ കോർ എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് അത് അതിനുണ്ട്. കാരണം അത് എങ്ങനെ രസകരമായിട്ട് പ്രസന്റ് ചെയ്യാം എന്ന് മാത്രമാണ് പിന്നീടുള്ള ആലോചനയിൽ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്. ഇപ്പോൾ പബ്ലിക് ടോയ്ലറ്റിൻ്റെ ഒരു ഇഷ്യൂ പറയുന്നുണ്ട്. അതാണ് നടന്ന സംഭവത്തിലേക്ക് നമ്മളെ എൻട്രി ചെയ്യുന്നത്. പബ്ലിക് ടോയ്ലറ്റിൻ്റെ ഇഷ്യൂ ആണ്. അത് ആക്ച്വലി നമ്മളൊക്കെ ഫേസ് ചെയ്തിട്ടുള്ള പ്രശ്നമാണ്. സ്ത്രീകൾ പ്രത്യേകിച്ചും. ഉറപ്പായിട്ടും ആണുങ്ങൾക്ക് അതൊരു വിഷയമല്ലല്ലോ. അത് പ്രത്യേകിച്ച് ഇതൊരു സ്ത്രീകളുടെ സിനിമ എന്ന് തന്നെ ഉറക്കെ നമുക്ക് പറയാൻ പറ്റുന്ന തരത്തിൽ എല്ലാ ആംഗിളിൽ നിന്നും നിങ്ങൾ അതിനു വേണ്ടിയിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അത് അപ്പം ഈ ഒരു ഇഷ്യൂ അതിലൂടെ പറയണമെന്ന് വിചാരിക്കാൻ കാരണം എന്തായിരുന്നു? അല്ല, അത് ഫോഴ്സ്ഫുള്ളി അല്ല. അത് കാരണം ആ കുട്ടി ഒരു സെയിൽസ് ഗേൾ ആണ്. കാരണം ആ സെയിൽസ് ഗേൾ ആകുമ്പോൾ ഒരുപാട് നടന്ന് ട്രാവൽ ചെയ്ത് വേണം, അതിൻ്റെ ഒരു ജോലിയും കാര്യങ്ങളും ആ സ്വഭാവത്തിലാണ്. അപ്പോൾ ആ ഒരു സ്ത്രീക്ക്
ഇങ്ങനൊരു ഒരു വയറിന് സുഖമില്ല അല്ലെങ്കിൽ അത്ര ഓക്കെ അല്ല എന്ന് പറയുമ്പോൾ വളരെ കാഷ്വലായിട്ട് പറഞ്ഞു പോകുന്നൊരു കമൻറ്റാണ്. പക്ഷെ അത് ആ ക്യാരക്ടർ പലപ്പോഴും ഫേസ് ചെയ്തിട്ടുണ്ടാകാം. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞിട്ട് ആണുങ്ങൾക്ക് അതൊരു വിഷയമല്ല, പക്ഷേ സ്ത്രീകളെ സംബന്ധിച്ച് അതൊരു വലിയ വിഷയമാണ്. നമ്മൾ ഇത്രയൊക്കെ കറക്റ്റ് ഡയലോഗാണ് അത്. ഇപ്പം ഇത്രയൊക്കെ പുരോഗമനം പറയുമ്പോഴും നമുക്ക് കൃത്യമായൊരു സംവിധാനം ഇവിടെ ആയിട്ടില്ല എന്ന് പറയുന്നത് അത് ആ ക്യാരക്ടർ വളരെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞൊരു പോയിന്റാണ്. നമ്മൾ ഫോഴ്സ്ഡ് ആക്കിയിട്ടില്ല ഒന്നും. നമുക്ക് കുറച്ച് ഞാൻ തുടക്കത്തിൽ പറഞ്ഞതിനോട്ട് ഞങ്ങൾ കുറച്ച് ഇഷ്യൂ ഇതേ പറയാൻ പോവാണ്, അങ്ങനെ ട്രൈ ചെയ്തിട്ടേ ഇല്ല. ഒട്ടും ഫോഴ്സ്ഡ് ആക്കാതെ ഓർഗാനിക്കായിട്ട് ഈ ക്യാരക്ടേഴ്സ് സംസാരിച്ച് പോകുമ്പോൾ എന്തൊക്കെ പോകുമോ ആ ഏരിയ മാത്രമേ നമ്മൾ ടച്ച് ചെയ്തിട്ടുള്ളൂ. ഇതിലിപ്പോൾ സ്ത്രീകൾക്ക് പുരുഷന്മാർ സുഹൃത്തുക്കളായിട്ട് വന്നാലും പുരുഷന്മാർക്ക് സ്ത്രീകൾ സുഹൃത്തുക്കളായിട്ട് വന്നാലും ഒരു ചെറിയ പ്രശ്നം സൊസൈറ്റിയിൽ പൊതുവെ ഉണ്ട്. പ്രത്യേകിച്ച് അത് മാരീഡ് ആയിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അത് ഭയങ്കര അതും ഈ സിനിമയിൽ പറഞ്ഞു പോകുന്നുണ്ട്. ഇപ്പോൾ ലിജോ മോളുടെ ക്യാരക്ടർ ആണെങ്കിലും വളരെ ഓപ്പൺ ആയിട്ടാണ് അവർ രണ്ടുപേരും സംസാരിക്കുന്നത്. അതിൽ മറ്റുള്ളവരുടെ പെർസ്പെക്റ്റീവിൽ നിന്ന് നോക്കുമ്പോഴാണ് അതിനൊരു ഇപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഒരു പ്രശ്നം വരുന്നത്. പൊതുവേ അങ്ങനത്തെ എന്തെങ്കിലും ഇഷ്യൂസ് വിഷ്ണു നേരിട്ടിട്ടുണ്ടോ? അങ്ങനെ ഞാനങ്ങനെ പേഴ്സണലി അങ്ങനെ ഇഷ്യൂ നേരിട്ടിട്ടില്ല. കാരണം ഒന്നാമത് നമുക്ക് വളരെ ലിമിറ്റഡ് സൗഹൃദങ്ങളേ ഉള്ളൂ. അതിനകത്തിപ്പം സ്ത്രീകളും ഉണ്ട്, പുരുഷന്മാരും ഉണ്ട്. പിന്നെ അവരാരും അല്ലെങ്കിൽ നമ്മൾ അവരോട് ഇടപെടുന്നതാണെങ്കിലും അങ്ങനെ ഒരു ഇഷ്യൂലേക്ക് എനിക്ക് പേഴ്സണലി ഫേസ് ചെയ്ത് വന്നിട്ടില്ല. പക്ഷേ എൻ്റെ സ്ത്രീ സുഹൃത്തുക്കൾ തന്നെ അവരുടെ ഫാമിലി ലൈഫിലാണെങ്കിലും അല്ലെങ്കിൽ പേഴ്സണൽ ലൈഫിലൊക്കെ പലവിധ ഇത്തരം പ്രശ്നങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ കോളേജിൽ പഠിക്കുമ്പോൾ ഉള്ളൊരു സൗഹൃദം, പക്ഷേ അപ്പം ഒരു ആണും പെണ്ണുമായിട്ടുള്ളൊരു സൗഹൃദമാണെന്ന് വിചാരിക്കുക. അപ്പോൾ അവർ രണ്ടുപേരും രണ്ട് കല്യാണം കഴിക്കുന്നു. പക്ഷെ അതിനുശേഷം ഈ ആണിന് അങ്ങോട്ടേക്ക് സംസാരിക്കാൻ ഇടപെടാൻ അധികം ബുദ്ധിമുട്ടുണ്ടാവില്ല. പക്ഷെ ആ സ്ത്രീക്ക് ചിലപ്പോൾ അത് നാളെ ഒരു ഇഷ്യൂ ആവണ്ടെന്ന് കരുതി എടുക്കുന്ന ഒരു മുൻകൂർ പരിപാടി ആയിരിക്കാം. പക്ഷെ എന്നാലും ആ ഒരു അത് അവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം ഫാമിലിയായി, കുട്ടികളായി, കുടുംബമായി. പക്ഷേ ആണുങ്ങൾക്ക് അങ്ങനെ ഒരു ഇഷ്യൂ വരുന്നില്ല. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അത് എല്ലായ്പ്പോഴും നമ്മൾ ഇനി എന്തൊക്കെ പുരോഗമനം ഉണ്ടെന്ന് പറഞ്ഞാലും ആ ഡിഫറൻസ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. മാത്രമല്ല ഇപ്പം നമ്മൾ സദാചാരം എന്നുള്ളത് വിട്ടിട്ട് ജനറലി ഇപ്പം ഒരു ആണും പെണ്ണും ഇങ്ങനെ സംസാരിച്ച് പോവുകയാണെങ്കിൽ നമ്മളുടെ ആദ്യത്തെ കാഴ്ചയിൽ നമുക്ക് കിട്ടുന്ന ഒരു ഇൻഫർമേഷൻ ഒരുവിധം എന്താ പറയുന്നത് കുറച്ചൊക്കെ നെഗറ്റീവ് ആയിരിക്കും. കാരണം ഇതെന്താണ് അത്ര ഓക്കെ അല്ലല്ലോ എന്ന് നമുക്ക് അത് നമ്മുടെ കാഴ്ചയുടെ പ്രശ്നമാണ്. കാരണം അതാണ് ഇവിടെ ഈ സിനിമയിൽ സംഭവിക്കുന്നത്. അത് തന്നെയാണ്. കാരണം അജിത്തേട്ടൻ നോക്കുമ്പോൾ എൻ്റെ ഭാര്യയ്ക്ക് എൻ്റെ കുഞ്ഞിനും വേണ്ടതെല്ലാം ഞാനിവിടെ ചെയ്യുന്നുണ്ട്. പക്ഷെ അജിത്തേട്ടൻ്റെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ അറ്റ് ദ സെയിം ടൈം പുള്ളിക്ക് ഒരു ചിന്തയുണ്ട്, ദേ ആർ മൈ പ്രോപ്പർട്ടീസ്. അതാണ് പ്രശ്നം സ്റ്റാർട്ട് ചെയ്യുന്നത്. സിനിമയിലൊരു ഫോട്ടോ അത് നമ്മളത് പർപ്പസ്ഫുള്ളി വെച്ചതാണ്. കാരണം ആ ക്യാരക്ടറിനെ ഡിഫൈൻ ചെയ്യാൻ നമുക്കത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. പിന്നെ ആ ഇഷ്യൂ സ്റ്റാർട്ട് ചെയ്യുമ്പോഴും നമ്മൾ ഷോട്ട് ഓപ്പൺ ചെയ്യുന്ന അതിൽ നിന്നാണ്. കാരണം അയാളെ ഫോട്ടോയിൽ നിന്ന് ഇറങ്ങി വരുന്ന ഫീലാണ് നമ്മൾ ട്രൈ ചെയ്തത്. കാരണം അജിത്തേട്ടൻ്റെ കാഴ്ചകൾ അങ്ങനെയാണ്. കാരണം ഭൂരിഭാഗവും അങ്ങനെയൊക്കെ തന്നെയാണ്. അല്ലെങ്കിൽ ഈ സൊസൈറ്റി കുറച്ചുകൂടെയൊക്കെ രസകരമായിട്ട് മാറിയെന്ന് തോന്നുന്നു. വയലൻസിൻ്റെ കാര്യം പറയുമ്പോൾ ഡൊമസ്റ്റിക് വയലൻസും കാണിക്കുന്നുണ്ട്, പുരുഷന്മാർക്കെതിരെയുള്ള വയലൻസും ഇതിൽ കാണിക്കുന്നുണ്ട്, മോറൽ പോലീസിങ്ങിൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ വയലൻസ് എന്ന് പറയുന്നത് സ്ത്രീക്കാണെങ്കിലും പുരുഷനാണെങ്കിലും ഒരുപോലെ തന്നെയാണ് എന്നുള്ളൊരു കൺസെപ്റ്റ് പറഞ്ഞ പോലെ എനിക്ക് ഫീൽ ചെയ്തു സിനിമയിലൂടെ. അങ്ങനെ തന്നെയാണോ അത് ഉദ്ദേശിച്ചത്? ഉറപ്പായിട്ടും. കാരണം ഇപ്പം ഈ സിനിമയിൽ ഇപ്പം എൻ്റെ അടുത്ത് പലരും ചോദിച്ചിട്ടുണ്ട്, ഈ ലാസ്റ്റ് ബിജുമേനോൻ ഉണ്ണിയേട്ടൻ അജിത്തിനെ അടിച്ചിടുന്നിടത്താണോ ഹീറോയിസം എന്ന്. എന്നെ സംബന്ധിച്ച് അതല്ല. അത് ലാസ്റ്റ് ഒരു നിവൃത്തി ഇല്ലാതെ വരുമ്പോൾ അദ്ദേഹം ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ്. കാരണം അവനത് അർഹിക്കുന്നുണ്ട്, ചോദിക്കുന്നുണ്ട്, നിനക്ക് സ്റ്റേഷനിൽ നിന്ന് കിട്ടിയൊന്നും പോരേടാന്ന്. പിന്നെ തല്ലിയതിനു ശേഷം പോലീസ് വരുമ്പോൾ നമ്മൾ കാണുന്നത് വെള്ളവും കൊടുത്തിട്ട് പുള്ളി കയറ്റിയിരുത്തുന്നതാണ്. അപ്പോഴും ആ ക്യാരക്ടർ അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട് ഉണ്ണിയേട്ടൻ. പക്ഷെ ഉണ്ണിയേട്ടൻ ശരിക്കും എവിടെയാണ് ഹീറോ ആവുന്നതെന്ന് വെച്ചാൽ നമ്മൾ ആലോചിക്കുമ്പോൾ ഇനി നമുക്ക് തോന്നുന്നത് ആ പരാതി പിൻവലിക്കുന്നിടത്താണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അതിന് മുമ്പ് ഒരു ക്യാരക്ടർ ഇറങ്ങി പോകുന്നുണ്ട്, ഒരിക്കലും ഇതിനകത്ത് കയറിയ പിന്നെ വലിയ പാടാ സാറുന്നുണ്ട്. അത് റിയാലിറ്റിയാണ്. വൺ ടൈം നമ്മൾ പോലീസ് സ്റ്റേഷനകത്ത് കയറി കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഇങ്ങനൊരു കേസാണെങ്കിൽ, ഇനിയിപ്പം നമ്മൾ ചിന്തിച്ചു നോക്കുക, ആ നമ്മൾ പറയുന്ന വിഷയം അവിടെ പ്ലേ ചെയ്യുന്നുണ്ട്, എല്ലാവരും കേൾക്കുന്നുണ്ട്, അതിനെപ്പറ്റി പല രീതിയിലുള്ള നമ്മൾ ഈ പറഞ്ഞ കാഴ്ചകൾ മാറുന്നുണ്ട്. ആ കോൺസ്റ്റബിള്
ധന്യയുടെ ക്യാരക്ടറിനെ ചൂണ്ടി പലതും സംസാരിക്കുന്നുണ്ട്. ഇതെല്ലാം ഉണ്ണിയേട്ടൻ കാണുന്നുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഡയലോഗ് കൂടെ ആകുമ്പോൾ അദ്ദേഹം ചിന്തിക്കുന്നുണ്ടാവാം, കാരണം ഇനി ഇത് എവിടെയൊക്കെ പ്ലേ ചെയ്യും, കോടതിയിലേക്ക് വരും. അപ്പോഴെല്ലാം ഈ സ്ത്രീ ഇങ്ങനെ വല്ലാത്തൊരു ഹ്യൂമിലിയേറ്റ് ചെയ്യപ്പെട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയാണല്ലോ. ആ മൊമെന്റിൽ ആയിരിക്കാം ഒരു ഇതിനി മുന്നോട്ട് കൊണ്ടുപോകണോ, മനസ്സിലായില്ലേ? അവിടെ ഒരു ഹ്യൂമാനിറ്റിയാണ് അദ്ദേഹത്തിന്റെ വർക്ക് ആവുന്നത്. ശരിക്കും അവിടെയാണ് അദ്ദേഹം ഹീറോ ആവുന്നത്. മറ്റേത് അത് അജിത്ത് അർഹിക്കുന്ന ഒരു നടപടി മാത്രമാണ്. സാഹചര്യം കൊണ്ട് അതെ ചെയ്തു പോകുന്നതാണ്. പക്ഷെ ഫൈറ്റ് സീനിന്റെ ആവശ്യം ഉണ്ടായിരുന്നു എന്നുള്ളത് എനിക്ക് പേഴ്സണലി അങ്ങനെ തോന്നി. ഫൈറ്റ് വേണ്ടിയിരുന്നോ എന്നങ്ങനെ തോന്നിയിട്ടുണ്ടായിരുന്നു. ഞാനത് പേഴ്സണലി രണ്ട് രീതിയിൽ ആലോചിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ തിയേറ്ററിൽ നിന്ന് കിട്ടുന്ന റെസ്പോൺസ് കാണുമ്പോൾ ആ അടിക്ക് തിയേറ്ററിൽ നല്ല ക്ലാപ്പാണ്. കാരണം ഇവന് 2 കിട്ടണം എന്ന്. കാരണം അതൊരു നോർമൽ മനുഷ്യൻ ചിന്തിക്കുന്ന ഒരു പോയിന്റാണത്. നമുക്ക് ഫൈറ്റ് ഇല്ലാതെ ഈ സിനിമ വൈൻഡപ്പ് ചെയ്യാം. പക്ഷേ ചില ഇപ്പം ലിങ്കൻ അടി കിട്ടണമെന്ന് ആഗ്രഹിച്ചിരുന്നു. നമ്മൾ പോലീസ് സ്റ്റേഷനിലല്ല അടി കൊടുക്കുന്നത്. പോലീസ് സ്റ്റേഷനിൽ അജിത്തേട്ടന് കിട്ടുന്നുണ്ട്. പക്ഷെ അപ്പോഴും ആൾക്കാർ വെയിറ്റ് ചെയ്യാണ് ഇവൻ എപ്പോഴാണ് കിട്ടുന്നത്. അത് ലാസ്റ്റ് ഇവിടെ എത്തുന്ന മൊമെന്റിലാണ് എന്ന് പറയുന്നതിൻ്റെ കൂട്ട്. കാരണം 2 സ്ത്രീകൾ വളരെ പേഴ്സണലായിട്ട് പറഞ്ഞൊരു കാര്യം അവിടെ കൊണ്ടുവന്ന് മാനിപ്പുലേറ്റ് ചെയ്ത് അതൊരു വലിയ ഇഷ്യൂലേക്ക്, അത് വിത്തൗട്ട് പെർമിഷൻ. ഓക്കെ, അപ്പൊ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും വീട്ടിൽ വന്നിട്ട് എന്താണ് അദ്ദേഹം ചെയ്യുന്നത്? പോലീസ് സ്റ്റേഷനിൽ വെച്ചിട്ട് അത് സോൾവ് ചെയ്ത് തിരിച്ചു വരുമ്പോൾ അതിന്റെ എല്ലാ ഇറിറ്റേഷനും വേറൊരു തരം വയലൻസിലോട്ടാണ് അദ്ദേഹം പോകുന്നത്. ഓക്കെ, പിന്നെ അദ്ദേഹത്തോടൊപ്പം എല്ലാ മദ്യപാന സദസ്സിലും ഉണ്ടായിരുന്ന ക്യാരക്ടേഴ്സ് പോലും പറയുന്നത് എന്താണ്? അതൊരു ഫാമിലി കാര്യമാണ്, നമ്മൾ അതായത് 4 ചുവരുകൾക്കുള്ളിൽ എന്ത് വയലൻസ് നടന്നാലും അത് സ്ത്രീ സഹിച്ച് അവിടെ ഒതുങ്ങി ഫാമിലിയെ കൺസിഡർ ചെയ്ത് നിൽക്കണം എന്നല്ലേ പറയുന്നത്. അപ്പം ഉണ്ണിയേട്ടനെ പോലൊരു ക്യാരക്ടറിന് അത് പറ്റണമെന്നില്ല. കാരണം അദ്ദേഹം അത്രയും ക്ഷമയോടെ നിന്നിട്ടാണ് അറ്റാക്കിക്കാണ് കയറി അറ്റാക്ക് ചെയ്യുന്നത്. അത് മറ്റേ കുട്ടി ഉറപ്പായിട്ടും. കാരണം നമ്മൾ ഇപ്പുറത്തെ ഉണ്ണിയേട്ടന്റെ കുഞ്ഞും അത് കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. ആ കുഞ്ഞുങ്ങൾ തമ്മിലൊരു റിലേഷൻ ഉണ്ടല്ലോ. അപ്പൊ അതെല്ലാം ഉണ്ണിയേട്ടന് കണക്ട് ആവുന്നുണ്ട്. ആ അവസാന പോയിന്റിലാണ് അദ്ദേഹം അങ്ങനത്തെ കോൾ എടുക്കുന്നത്. അതിൽ തെറ്റില്ലെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സിനിമ നടന്ന സംഭവത്തിന്റെ അപ്പുറത്തേക്ക് നോക്കുമ്പോൾ ഒരു ജേർണി എങ്ങനെയായിരുന്നു തുടക്കം മുതൽ സിനിമയിലേക്ക് വന്നതും അതിനെക്കുറിച്ചൊന്ന് സംസാരിക്കുമോ? ഞാൻ PG ചെയ്ത യൂണിവേഴ്സിറ്റി കോളേജിലാണ് ട്രിവാൻഡ്രത്ത്. അപ്പോൾ നമ്മൾ ചെറുതിലെ നാടകങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ 5ാം ക്ലാസ് തൊട്ട് വെറുതെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ചേർന്ന് നമ്മൾ തന്നെ തട്ടിക്കൂട്ടിയ. പക്ഷെ അത് ഡിഗ്രി വരെ ചെയ്തു. എല്ലാ വർഷവും സ്കൂളിൽ ചെയ്യുമായിരുന്നു. പിന്നെ ഓണത്തിനും ഉത്സവത്തിനും ഒക്കെ നാടകങ്ങൾ ചെയ്യുമായിരുന്നു. പക്ഷെ ഏതോ ഒരു മൊമെന്റിൽ നമ്മൾ കുറച്ച് മുതിർന്നു വന്നപ്പോഴേക്കും അത് സിനിമയിലോട്ടായി. പിന്നെ ഈ എങ്ങനെ സിനിമയിലെത്താം എന്നൊക്കെ ഉള്ളൊരു ആലോചനയും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ട്രിവാൻഡ്രത്തേക്ക് വണ്ടി കയറുന്നത്. പക്ഷെ പറയാനൊരു PG വേണമല്ലോ, അല്ലെങ്കിൽ വീട്ടിലെ നമ്മൾ എങ്ങനെ മാനേജ് ചെയ്യുന്നൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ എത്തുമ്പോഴും നമുക്കറിയില്ല ഇതെങ്ങനെയാണ് സിനിമയിലെത്തുക. നമുക്ക് അങ്ങനെ പരിചയങ്ങളൊന്നുമില്ല. അങ്ങനെ കുറേ യാത്രകളിലൂടെയാണ് ഞാൻ ആദ്യം 1-2 ചെറിയ ചിൽഡ്രൻസ് മൂവിയും കാര്യങ്ങളൊക്കെ ചെയ്തു. അങ്ങനെ അവൻ എന്ന് പറയുന്ന സിനിമ അതാണ് ദിലീഷ് പോത്തണ്ണനെ പരിചയപ്പെടുന്നത്. അങ്ങനെ 22 ഫീമെയിലിൻ്റെ സമയത്താണ് പോത്തണ്ണനായിട്ടുള്ള പരിചയം. പിന്നെ ഈ പറഞ്ഞ ജിജോ അവിടെ ഹെൽപ്പ് ചെയ്യാൻ വന്നിട്ടുണ്ട്. കാരണം അന്ന് ജിജോ ആഷികേട്ടൻ്റെ കൂടെ ആയിരുന്നു. അപ്പം അദ്ദേഹം മാറി ഒഴിവിലാണ് ഞാൻ എൻട്രി ചെയ്തത്. പിന്നെ ആഷികേട്ടൻ്റെ കൂടെ എല്ലാ പടവും ചെയ്തിരുന്നു, റാണി പത്നി വരെ. ഇപ്പം ഡാദടിയ, ഇടുക്കി ഗോൾഡ്, ഗ്യാങ്സ്റ്റർ, അതിനിടയ്ക്ക് സമീറേട്ടൻ്റെ നീലാകാശം, ടമാർ പടാറ്. മഹേഷാണ് ഞാൻ ലാസ്റ്റ് ചീഫായിട്ട് വർക്ക് ചെയ്തത്. അതിനുശേഷമാണ് മറഡോണയിലേക്ക് എത്തുന്നത്. മറഡോണയുടെ ഒരു ഇതെങ്ങനെയായിരുന്നു ഫസ്റ്റ് പടം ഓണാവുന്നതും പരിപാടിയൊക്കെ? അത് മഹേഷ് കഴിഞ്ഞു. തൊണ്ടി മുതലിൻ്റെ ആലോചന നടക്കുമ്പോഴാണ് ഞാൻ പോത്തണ്ണൻ്റെ അടുത്തും ആഷിഖേൻ്റെ അടുത്തും പറയുന്നത് ഒരു സിനിമയൊന്ന് ട്രൈ ചെയ്താലോ എന്നൊരു ആലോചനയുണ്ട്. അപ്പോൾ അതിന് മുമ്പ് തന്നെ ഈ സബ്ജക്റ്റ് എല്ലാവർക്കും അറിയാം. കാരണം നമ്മളെല്ലാവരും ഒരിടത്താണ് താമസവും ഒരു ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ ഐഡിയ എല്ലാവരും ഷെയർ ചെയ്യേണ്ടതായിരുന്നു. അങ്ങനെ ടൊവിയുടെ അടുത്ത് പറയാണ്. ഇപ്പോൾ ഗോദയുടെ ലൊക്കേഷനിലാണ് അന്ന് ഗപ്പി റിലീസായിട്ടില്ല. അപ്പോൾ ഗോദയുടെ ലൊക്കേഷനിൽ ടൊവിയുടെ അടുത്ത് കഥ പറയുന്നു. അവൻ ഭയങ്കര എക്സൈറ്റഡ് ആവും, നമുക്ക് ചെയ്യാം. അവിടെ നിന്നാണ് ആ പ്രോജക്റ്റ് ഓൺ ആവുന്നത്. പിന്നീടാണ് പ്രൊഡക്ഷനും മറ്റു കാര്യങ്ങളൊക്കെ വരുന്നതും. അതൊരു വലിയ ഒരു പ്രോസസ്സായിരുന്നു, അറിയാലോ. ഇപ്പോൾ ഒരു ആദ്യ സിനിമ, പിന്നെ അന്നത്തെ സാഹചര്യത്തിൽ ടൊവിയുടെ ഒരു വലിയ പടമായിരുന്നു. അപ്പം അങ്ങനെയാണ് വണ്ടർ ബാർ പ്രൊഡക്ഷനൊക്കെ വരുന്നത്. പിന്നെ സിനിമ എന്തായാലും അങ്ങനെ സംഭവിച്ചു. ഈ പുതിയ പ്രോജക്ട്സ് ഒക്കെ എന്താണ്? പുതിയത് 1-2 ഡിസ്കഷനും കാര്യങ്ങളും നടക്കുന്നുണ്ട്, പല സ്റ്റേജിലാണ്. ഈ പറയുന്നതിൻ്റെ കൂട്ട് അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് ഇപ്പോൾ.
രസം. സിനിമയുടെ ഒരു ഫീഡ്ബാക്കും അതിൻ്റെ കൂടെ അതെ അതെ, അത് അടുത്ത സിനിമ ഇത്രയും പെട്ടെന്ന് എനിക്ക് അറിയില്ല, അതിൻ്റെ ഒരു കൺഫർമേഷന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. എന്തായാലും രസമുള്ളൊരു പരിപാടിയാണ്. ഒരു ചോദ്യം കൊണ്ട് ചോദിച്ചിട്ട് നമുക്ക് നിർത്താം. ഇതൊരു സ്ത്രീകളെ കുറിച്ച് സംസാരിച്ചൊരു സിനിമയായിരുന്നു. ഡൊമസ്റ്റിക് വയലൻസിനെ കുറിച്ചും വളരെ ബേസിക്കായിട്ട് സ്ത്രീകൾക്ക് ആവശ്യമുള്ള പബ്ലിക് ടോയ്ലറ്റ്സ് അല്ലെങ്കിൽ അങ്ങനത്തെ അത്രയും അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ സംസാരിച്ച് പോയിട്ടുള്ള സിനിമയാണ്. സിനിമയിൽ ഐസി ഉണ്ടായിരുന്നു. എങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു? അതുണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. കാരണം അതിപ്പം നിർബന്ധമാണല്ലോ, നമുക്ക് അങ്ങനെ ഒരു ടീം ഉണ്ടായിരുന്നു. ഓക്കെ. കാരണം അതിപ്പോൾ വേണം എന്നാണല്ലോ നിയമം ഉള്ളത്. കാരണം അത് മാത്രമല്ല, ഇപ്പോൾ ഇതിനകത്ത് ഒരുപാട് സ്ത്രീ കഥാപാത്രങ്ങളുണ്ട്. എനിക്ക് തോന്നുന്ന കുറച്ചധികം സ്ത്രീ കഥാപാത്രങ്ങളുണ്ട്. ഇപ്പം ലിജോയുടെ ക്യാരക്ടർ ആണെങ്കിലും മെയിൻ കാസ്റ്റ് മാത്രമല്ലല്ലോ, അല്ലാതെ ആ കോളനിയിലുള്ള കുറേ സ്ത്രീ കഥാപാത്രങ്ങളും എല്ലാവരും ഉണ്ടായിരുന്നു. പിന്നെ മൊത്തത്തിൽ ഭയങ്കര ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ ആയിരുന്നു. കാരണം എന്ന് വെച്ചാൽ ഇത് സിംഗിൾ ലൊക്കേഷൻ ആണല്ലോ. ഏതാണ്ട് ഒരു 10-30 ദിവസം നമ്മൾ ആ കോളനിയിൽ തന്നെയാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പം തന്നെ എല്ലാവരുമായിട്ടും ഭയങ്കര സൗഹൃദമായി വൈബായി. പോലീസ് സ്റ്റേഷൻ ആണെങ്കിൽ ഒരു 10-15 ദിവസം നമ്മൾ അവിടെ തന്നെയാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് എല്ലാവരും ഫ്രണ്ട്ലി ആയിരുന്നു. അപ്പം എന്തായാലും ഇനി ഒരുപാട് സിനിമകൾ ഉണ്ടാവട്ടെ, ഇനി നമ്മൾ തമ്മിൽ സംസാരിക്കാനായിട്ട് ഉണ്ടാവട്ടെ. ഉറപ്പായിട്ടും. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.